അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല ഉള്ളാലത്തെ ഒരു സലഫിയുടെ ഒരു ക്ലിപ്പ് കേൾക്കും. ಸಲಫಿಮಾರ್ಗೆ ಅರ್ಸ ಬರ್ಪಾಟು ಗೈಟಿಕ್ರು ಎಲ್ಲಾ ವರ್ಷ ಯಾರ ಹಾಕ್ಯವುಲ್ಲೇ ಸಲಫಿಮಾರ್ಗೆ ಅರ್ಸ ಬರ್ಪಾಟ್ರದ ಅದಕ್ಕೆ ನಂಗೆ ചൊല്ലുവുല്ലെಂದ್ರೆ ನಂಗೆ ಅರ್ಸೊಂದು ಮಂಡಿಲ್ಲ നിങ്ങളെ കാണും ബേജാറായിട്ടിക്ര അവര് നിങ്ങളെ ഈ പിന്നെ എങ്ങനെ ബേജാറാവാണ്ടിക്കറേ? നിങ്ങൾ നേതാവ് ഇബ്ലീസ് അല്ലേ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി റന്ന ഇബ്ലീസു അർബഅൻ 4 വട്ട ഇബ്ലീസ് അട്ടഹാസിച്ചിട്ട് ഗുൽപിട്ര വഹീന ബുഇസ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച സന്ദർഭത്തിൽ ഇബ്ലീസ് അട്ടഹാസിച്ചിര ഗുൽപിട്ര. ഇതിലെ ഒരു ഭാഗ നിങ്ങൾ ഗുൽപിടുന്നത് ഇതൊരു ബാക്കി നിങ്ങളെ ഈമാൻ നഷ്ടപ്പെട്ടു പോണ്ടു പരലോകത്ത് നരകത്ത് പോണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ബണ്ട് ആ ഒരു ബേജാറായിട്ടിക്കറ് ഞങ്ങൾക്ക് അതിൽ സംഭവിക്കറേ. പരലോകത്ത് എന്തൊരു ഗതികേട് ബണ്ടേന്ന് ನಾನು சொல்ல സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഒരു സംഭവം ഉണ്ട്. ഷോർട്ടായി சொல்றேன். അബൂ ലഹബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിന്റെ പേരിൽ സന്തോഷിച്ചിട്ട് തൻ്റെ ദാസിയായ സുവൈബത്തുൽ അസ്ലമിയ എന്ന ഒരു ദാസിരെ മോചിപ്പിക്കരുത്. ആ കാരണ നിമിത്ത അബൂ ലഹബ് എല്ലാ തിങ്കളാഴ്ചകളിലും നരകത്തിൽ പോലും ദോഷങ്ങളിൽ ഓഫർ കൊടുക്കും. ഇതിന്റെ സംഭവം ഇതിനെ വിശദീകരിച്ച് ബഹുമാനപ്പെട്ട നാസിറുദ്ദീൻ അദ്ദിമഷ്കി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജറ 837 ജീവിച്ച പണ്ഡിതൻ, ഏകദേശം 600 വർഷം മുന്നോട്ട് ജീവിച്ച പണ്ഡിതൻ. ആ മഹാൻ പാടർ ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു വതബ്ബത് യദഹു ഫിൽ ജഹീമി മുഖല്ലദാ. ഇദാ കാന ഹാദാ കാഫിറൻ, ഈ സംഭവങ്ങൾ വന്നത് അത് കാഫിറെ കുറിച്ച് എഴുതിക്കട. ജാഅ ദമ്മുഹു, ആ കാഫിറെ അല്ലാഹു തആല ദമ്മ് ചെയ്തറാ, ലഅനത്ത് ചെയ്തറാ. പരിശുദ്ധ ഖുർആൻ തബ്ബത് യദഹു തബ്ബത് യദാ അബീ ലഹബ് വതബ്ബ, പരിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് ലഅനത്ത് ചെല്ലപ്പെട്ട ഒരാളിത്തിക്കട അബൂ ലഹബ്. മാത്രമല്ല ഫിൽ ജഹീമി മുഖല്ലദാ, കത്തിജ്വലിക്കപ്പെട്ട നരകത്തിൽ എന്നേക്കും ജീവിക്കട ഒരാളിത്തിക്കട അബൂ ലഹബ്. അത അന്നഹു ഫീ യൗമിൽ ഇത്നൈനി ദാഇമാ യുഖഫഫു അൻഹു ലിസ്സുറൂരി ബിഅഹ്മദാ. അങ്ങനെയുള്ള അബൂ ലഹബ് എല്ലാ വാരത്തെ എല്ലാ തിങ്കളാഴ്ചകളിൽ വരുമ്പോ യുഖഫഫു അൻഹു ലിസ്സുറൂരി ബിഅഹ്മദാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ നിഅമത്ത് ജനിച്ചതിന്റെ പേരിൽ സന്തോഷിച്ചതിന്റെ കാരണത്താൽ സുവൈബത്തുൽ അസ്ലമിയ എന്ന പെണ്ണരെ മോചിപ്പിച്ചതിന്റെ കാരണത്താൽ ആ അബൂ ലഹബ് നരകത്തിൽ പോലും തിങ്കളാഴ്ച ആവുമ്പോ ആ അബൂ ലഹബിന്റെ ദോഷത്തിൽ അല്ലാഹു തആല എന്താക്കറ് ഒരു ഓഫർ കൊടുക്കുറു. പിന്നെ ഉള്ളത് നമുക്കുള്ളത് ഫമല്ലന്നു ബിൽ അബ്ദില്ലദി കാന ഉംറുഹു ബിഅഹ്മദ മസ്റൂറൻ വമാത മുവഹിദാ. ഫമല്ലന്നു ബിൽ അബ്ദി, ഒരു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ ഒരു വിശ്വാസി, മീലാദ് നബി ആചരിക്കുന്നതായ നണ്ട പോലത്തെ കോടാനുകോടി പണ്ടതായ വിശ്വാസിമാർ, അല്ലതേ കാന ഉംറുഹു, ഞങ്ങളെ ഉംറ എങ്ങനെ, ഞങ്ങളെ ജീവിതം എങ്ങനെ കഴിഞ്ഞു പോയിരിക്കൊണ്ട ബി അഹ്മദ മസ്റൂറൻ, മുത്തുനബി ഞങ്ങളെ മദ്ഹ് ചെല്ലൽ കൊണ്ട് കഴിഞ്ഞു പോയത്. വമാത മുവഹിദാ, ഞങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ റബീഉൽ അവ്വൽ വരുമ്പോൾ മുത്തു സന്തോഷിച്ചതായിട്ട് ഞങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോയത്. എന്നിട്ട് മാത്രമല്ല വമാത മുവഹിദാ, ഞങ്ങളെ മൗത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അടിസ്ഥാനത്തിൽ ഇത് കഴിഞ്ഞു പോകേണ്ടതും. അപ്പൊ ഇങ്ങനത്തെ മുഅ്മിനായ മനുഷ്യർക്ക് അല്ലാഹു തആല എത്ര നിഅമത്ത് കൊടുക്കൂ, അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കാലേ എന്നുള്ള ക്വസ്റ്റ്യൻ എത്തിക്കട് ബഹുമാനപ്പെട്ട നാസിറുദ്ദീൻ ദിമഷ്കി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഇതേറ്റിക്കടെ സ്വർഗത്തിൽ കിട്ടിയത്, നീ ടെൻഷൻ ആക്കാൻ പോകണ്ട. ഇനി ബാക്കി കേൾക്കും. ഇങ്ങനെയുള്ള വലിയ പോസ്റ്റർ എല്ലാം ഇട്ടിട്ട് അങ്ങനെ സ്പീച്ചിൽ ചാലഞ്ച് ആക്കരുതൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ദീനിയെ പഠിച്ചിട്ടില്ലാണ്ടിരിക്കും ഈ ചാലഞ്ചിൽ മനസ്സിലാവും. ദീന്റെ അസ്ൽ എന്തിനെ പഠിച്ചിട്ടില്ല, ദീന്റെ അസ്ല പഠിച്ച ഓർത്തോ ഇങ്ങനെ ചാലഞ്ച് ആക്കാൻ സാധ്യല്ല. കാരണം എന്ത്, ഇബാദത്ത് ദീന്റെ അസ്ൽ എന്ത്, ഇബാദത്ത് മൻഅയിത്തിക്കരുത്. അൽ അസ്ലു ഫിൽ ഇബാദാത്തി അൽ മൻഉ, അസ്ലുൽ ഇബാദാത്തി തൗഖീഫുൻ. ഇത് നീന് ജുമാ ഖുതുബ ഓതുറല്ലേ, പർത്തുക മേക്കെ വെച്ചിട്ട് ഓതുറതായ ഒരു സംഭവം ഇല്ലേ അവിടെ തൗഹീദ് പള്ളിയിൽ പർത്തുകല്ലേ. ഓ മഹാജന ബന്ധുക്കളെ എന്തല്ലേ നീ ഓതരെ, അതിലേക്ക് ചേർത്തി നോക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും തബഉ താബിഈങ്ങളും അങ്ങ് ലണ്ടനിൽ പോയി എത്തിയപ്പം, അങ്ങ് ഈജിപ്തിൽ പോയി എത്തിയപ്പം, അങ്ങ് സിറിയക്ക് പോയി എത്തിയപ്പം, അങ്ങ് അറബി അല്ലാത്ത ദേശത്തേക്ക് പോയി എത്തിയപ്പം പോലും അങ്ങ് ഓതിരി അറബി ഭാഷയിലെ ഖുതുബ, അതല്ലാത്ത ഭാഷയിൽ ഓതിക്കില്ല. ഇന്ന് അസ്ലുൽ ഇബാദത്ത് അസ്ൽ ചെന്ന അടിസ്ഥാനം ഇബാദത്ത് ഒരു സത്കർമ്മത്തെ അടിസ്ഥാനം. മീലാദ് നബിയിൽ
ಮೀಲಾದಿ ನಬಿರ ನಾಳು ನಡ್ಕರದ ಸತ್ಕರ್ಮ ಎಂದರೆ ಎಲ್ಲರಿಗೂ ಗೊಂತುಂಡು. ಗೊಂತಿല്ലെങ്കിൽ മുട്ടുള്ളോ നമുക്ക് ശരി പള്ളിക്ക് പോയിട്ട് ഇല്ലെങ്കിൽ 9 പള്ളിക്ക് പോയിട്ട് നോക്കും എന്തിനാ നടക്കുന്നുണ്ട്. അണ്ട് ഒരു റാലി നടക്കുന്നത്. ആ റാലിയിൽ എന്തിനു ചെല്ലറേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളെ ഇട്ട് ചെല്ലറേ. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകൾ ആറ് പാടിരാറ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിക്ക് പാടിരാറ്. അവിടെ നമുക്ക് അസലുണ്ട്. ഒന്ന്. രണ്ടാമത്തത് അണ്ടത്തെ നാൾ നടക്കരെന്തരെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ അന്നദാനത്തിലൂടെ നടക്കരെ. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി തന്നതല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് കിട്ടിയാൽ പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ എടുത്ത് കൊടുത്തോ? ആടെടുത്ത് കൊടുത്ത സംഭവം ഇല്ലേ? മനുഷ്യന്മാർക്ക് ഭക്ഷിപ്പിക്കുക എന്നുള്ളത് അത് പരിശുദ്ധമായ ഇസ്ലാം ഒരു പരിപാടി തന്നതല്ലേ? അത് വിരോധിക്കേണ്ടതാ? അത് റബീഉൽ അവ്വൽ ആക്കറ, അത് വിരോധിക്കണ. ഇനി അതോടൊപ്പം മൂന്നാമത്തെ കാര്യം കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 ആ ഒരു കാര്യം വലിയ ഉഷാറായിട്ട് നടക്കുക. കുടുംബ ബന്ധങ്ങൾ പരസ്പരം എന്താ ഒരു ചേർറ്, പരസ്പരം എത്രമാ ദൂരമുള്ളതായ ചെങ്ങായിരെ കാണുക വേണ്ടി പോകേണ്ട നാൾ, എത്രമാ ദൂരമുള്ളതായ കുടുംബക്കാരനെ കാണുക പോകേണ്ടതായ നാൾ. അതും പിർസപ്പാടല്, സ്നേഹപ്പാടല്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെല്ലുന്നതിലൂടെ കാണുക പോകണ്ടേ. അങ്ങനത്തെ മജ്ലിസുകൾ സംഘടിപ്പിച്ചെങ്കിൽ എത്രമാ ദൂരമുള്ളതായ മനുഷ്യൻ ആ മജ്ലിസിലേക്ക് വന്ന് എത്തിച്ച് അങ്ങനെ പിർസപ്പാട് വർദ്ധിപ്പിക്കുക. എന്ന് മാത്രമല്ല നാലാമത്തെ ഒരു കാര്യമുണ്ട്. നാളെ ചെറിയ മക്കളെ ബായിൽ നിന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പാട്ടുകൾ ഞങ്ങൾ പാടുപാട്ടുന്ന ആൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചിട്ട് പ്രസംഗിക്കുന്ന ആൾ, ആറ് ചെറിയ പൈതൽകൾ പ്രസംഗിക്കുന്ന ആൾ. അങ്ങനത്തെ പരിശുദ്ധമായ ഈ റബീഉൽ അവ്വലിനെ നീ നിഷേധിക്കുക വേണ്ടേ? ನಂಗೆ ಎಂದ್ರ ಬಡಿಪಾಟಿರಿ 5 ವಕ್ತ ನಿಸ್ಕರಿക്കുക ಟಿಕ್ರ ಬಡಿಪಾಟ್ರಿ. ಅപ്പൊ ಒರ್ತ ಬಂದಿ ಉಸ್ತಾದ್ ನಾನು 6 ರಕಾತ್ ನಿಸ್ಕರಿ 6 ವಕ್ತ ನಿಸ್കരിക്കിರೆ. അത് ബില്ലറൂർ അറിയപ്പെട്ട കാര്യ. 5 വക്ത നിസ്കാര എന്നുള്ളത് ഹിന്ദുറോണിക്ക് പോലും ഗൊಂತುಂಡು, ക്രൈസ്തനായ മനുഷ്യർക്ക് പോലും ഗൊಂತುಂಡು. ആ നിന്റെ പള്ളിയുടെ എതിരുള്ള ദേവസ്ഥാനം ഉണ്ടല്ലോ അവിടെ പോയിക്കെ ಅಂಕ പോലും ഗൊಂತುಂಡು. 5 ವಕ್ತ ನಿಸ್ಕಾರ ಇದ್ಕಡೆ ಮುಸ್ಲಿಮಿಗೆ ಗುಳ್ಳು. ಇನ್ನು 6 ವಕ್ತ ನಿಸ್ಕರಿക്കുകയാണെങ്കിൽ പുറം കാലിക്കൊണ്ട് ചോട്ടിട്ട് പട്ടിട്ടുണ്ട്. അങ്ങനത്തെ പെద్దമാരാറ് സുന്നികളില്ല. അങ്ങനത്തെ പെద్దತನಂದು ഇവിടെ ಒಂದು ಬಗಲಕ್ಕೆ ಬರಂಡ. ಪರಿಶುದ್ಧ ഖുർആനിൽ മീലാദ് നബി ആചരിക്കുക തീരാ. അതുവിടെ പരിശുദ്ധ ഖുർആനിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന റഹ്മത്ത് കിറ്റിയതിന്റെ പേരിൽ ആ കിറ്റിയ നാളിൽ ഞങ്ങൾ ഒരു സന്തോഷ പ്രകടനം നടത്തുക തീരാ എന്നുള്ള ഒരു ആയത്ത് തന്നിങ്ങമയോ, ഒരായത്ത് തന്നിങ്ങമയോ. നിന്റെ പള്ളിയിൽ നിന്റെ ഉണ്ടു ചെന്നെങ്കിൽ നിന്റെ മുറ്റത്തേക്ക് പറയണ അടിയുള്ളൂ ഒരായത്ത്. അങ്ങനത്തെ ഒരായത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനത്തെ വഞ്ചകന്മാരായ ആൽമാരെ ഷറിൽ നിന്ന് ഞങ്ങൾ ഇസ്ലാം ദീൻ രക്ഷപ്പെടുന്നു. തൗഹീദ് ചെന്നെങ്കിൽ എന്തിരഞ്ചു പോലും ഗൊಂತಿല്ലാത്തെ, അതുപോലെ ഷിർക്ക് ചെന്നെങ്കിൽ എന്തിരഞ്ചു പോലും ഗൊಂತಿല്ലാത്തെ ഒരു കൗമൈത്തിക്കടെ ഈ കൗമ്. ഈ RSS ചെടിരങ്ങ പാകിസ്ഥാൻ ചെന്നതുപോലെ ഇങ്ങനെ ബായിലെപ്പോൾ നോക്കി ഷിർക്ക് ചെന്ന പാൽക്കൈത്തിക്കടെ ബണ്ടേ. യഥാർത്ഥത്തിൽ ഷിർക്ക് ചെന്നെങ്കിൽ എന്തിരണ്ടും ഗൊಂತಿല്ല, തൗഹീദ് ചെന്നെങ്കിൽ എന്തിരണ്ടും ഗൊಂತಿല്ലാത്ത ഒരു കൗമൈത്തിക്കടെ ഈ കൗമ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ കൗമിന്റെ ഷർറിൽ നിന്ന് നിങ്ങൾ എല്ലാവരെയും സലാമത്തിലാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.